ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബബ്ലി ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് ടൈപ്പുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്, എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബബ്ലി ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, വെറുതെ ഗ്യാസിൻ്റെ മുകളിലായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, ഒരു കട്ട പോലും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ എപ്പോഴും അടിയിലൊക്കെ പിടിക്കാണ്ട് ഇളക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം എന്താ കുറച്ചൊന്ന് കട്ട് ചെയ്യാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പാച്ചില ഒന്ന് മാറ്റിയിട്ട് ഒരു തടിയുടെ തവി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അടി കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കരുത്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിത്തിരി നേരം കൂടി വെച്ച് കൊടുക്കുകയാണേ. അതായത് ഇപ്പോൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇത്തിരി കയ്യിലെടുത്തൊന്ന് നോക്കട്ടെ ഒട്ടിപ്പിടിക്കുന്നുണ്ടോയെന്ന്. ഒരു ചെറിയ പീസ് ഇങ്ങനെ കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതാണ് പാകമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്താ ഉരുട്ടി എടുത്ത് വെക്കുകയാണ്. എല്ലാം ഒരേ സൈസിലല്ല കേട്ടോ, ഇത്തിരി വലുത് ചെറുത് അങ്ങനെ ഒരു പല പല സൈസിലായിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുത്ത് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ബബ്ലി ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പം നമ്മുടെ ഡയറി മിൽക്കിൻ്റെ സിൽക്ക് ബബ്ലി ചോക്ലേറ്റ് കണ്ടിട്ടില്ലേ? അപ്പോൾ സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ നോക്കുമ്പോഴിത് ഉണ്ടാവുക. ടേസ്റ്റും നല്ല അപാര ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് വലിയ പാടൊന്നുമില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്, വളരെ ഈസി അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പാലൊക്കെ എപ്പോഴും എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും. വലുതും ചെറുതും ഒക്കെ ആയിട്ട് എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അടുത്തേയും കൂടി നമുക്ക് ഇതേ കണക്ക് തന്നെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അടുത്തുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ, ഇത്തിരിയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുമ്പോൾ അല്പം മധുരം ഒന്ന് കുറയും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് 1/4 കപ്പാണ്. എന്നിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ 1/2 കപ്പ് പാൽ കേട്ടോ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കുവാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഞാൻ ചോക്ലേറ്റിൻ്റെയും കൂടി അതേപോലെ തന്നെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 170 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും മറ്റൊരു ബൗളിൽ 170 ഗ്രാം തന്നെ മിൽക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പീസാക്കി വെച്ചിരിക്കുകയാണ് മെൽറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ 2 ചോക്ലേറ്റുകളും ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇപ്പം ഒരു കേക്ക് ടിന്നിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി മിൽക്ക് ചോക്ലേറ്റാണ് ആദ്യം എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ ഈ ചോക്ലേറ്റിലാണ് നമ്മളുടെ ബബിൾസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഒരു സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ബബിൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ചോക്ലേറ്റ് കട്ടിയാവുന്നതിന് മുന്നേ തന്നെ ബബിൾസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരേ സൈസിലുള്ളത് വെച്ച് കൊടുക്കരുത്. വലുത് ചെറുത് അങ്ങനെ മാറ്റിയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരേ സൈസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ചോക്ലേറ്റ് ആയി കഴിയുമ്പോൾ കാണാനായിട്ട്.
അപ്പോൾ വൈറ്റ് കളറിൽ നമ്മൾ ചെയ്ത എല്ലാ ബബിൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ പൈപ്പിംഗ് ബാഗിലിരിക്കുന്ന ബാക്കി ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഷൈനിങ് പോലെ വരാൻ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും മുകളിലായിട്ട്. അതുമല്ല ചോക്ലേറ്റ് എല്ലായിടും ഒരേപോലെ ആവുകയും ചെയ്യും. അഥവാ വല്ല ഹോൾസ് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊരു 5 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. മറ്റേത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വൈറ്റ് കോമ്പൗണ്ടിൻ്റെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ മറ്റേത് എങ്ങനെയാണോ ചെയ്ത സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചോക്ലേറ്റ് തമ്മിൽ വ്യത്യാസം, അതിൽ നമ്മൾ വൈറ്റാണ് ചെയ്തത് ബബിൾസ്, അപ്പം മിൽക്ക് കോമ്പൗണ്ടായിരുന്നു ഒഴിച്ചത്. ഇതിപ്പം വൈറ്റ് കോമ്പൗണ്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ബബിൾസ് വെക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. എങ്കിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം 2ഉം കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം മറ്റേത് എടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് കട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് 4 ചുറ്റിലും ഒരു ഷേപ്പ് ഇല്ലാണ്ടിരിക്കുന്നില്ലേ, അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നൈഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് അത്രയും ഭാഗം കട്ടായി പോവും. അങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മളിങ്ങനെ ഒടിച്ച് ഷേപ്പ് ചെയ്യാനായിട്ട് നോക്കിയാൽ ഷേപ്പ് ആകുകയില്ല, അല്ലാതെ നമ്മളെ ചോക്ലേറ്റ് ഒടിഞ്ഞും പോവും. അതുകൊണ്ടാണ് കേട്ടോ നൈഫ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തത്. അങ്ങനെ 4 ചുറ്റ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കട്ടെ. നമ്മളിങ്ങനെയൊക്കെ ഏത് കുക്ക് ചെയ്താലും ശരി തന്നെ, എന്ത് തന്നെ ആയാലും നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി, അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് പൊതിയണ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ പൊതിഞ്ഞ് വെക്കണത്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ചോക്ലേറ്റ് ആയിട്ട് ഞാൻ പൊതിയണില്ല. അപ്പം ചെറിയ ചെറിയ പീസായിട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര പീസാണെന്ന് വെച്ചാൽ അത്രയനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൈഫൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കങ്ങ് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ അകത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമുണ്ട്. ഇത് ഞാൻ സൈഡൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെളിയിൽ ഇങ്ങനെ വൈറ്റും അകത്തിങ്ങനെ ബ്ലാക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗി. അപ്പോൾ 2 ചോക്ലേറ്റും വേണ്ട ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കിയൊക്കെ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഇത്രയും ചോക്ലേറ്റൊക്കെ കണ്ടപ്പോൾ അവൻ എന്തൊരു ഹാപ്പി ആയിരുന്നു എന്നറിയാമോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ എന്താ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തതിന് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.